എല്ലാവർക്കും ഡ്രാമ റിവ്യൂവിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ പോകുന്ന ഡ്രാമ ജാപ്പനീസ് BL ഡ്രാമയാണ്. ജാപ്പനീസ് ഡ്രാമയൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നവർക്ക് കാണാൻ പറ്റിയൊരു ഡ്രാമയാണിത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് കാണാനായിട്ട്. രണ്ട് കപ്പിൾസിൻ്റെ ഒരു ലവ് സ്റ്റോറിയാണ് ഇതിൽ മെയിനായിട്ട് പറയുന്നത്. ഇവന് നല്ല പനിയുണ്ടായിരിക്കുന്ന സമയത്ത് ഇവൻ്റെ ബോയ് ഫ്രണ്ട് ഇവനെ വിളിക്കുന്നുണ്ട്. ആ സമയത്ത് ഇവൻ്റെ സൗണ്ടിൽ ശബ്ദം നല്ല പനിയുള്ളതായിട്ട് അവന് മനസ്സിലാവുന്നുണ്ട്. അവൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നീ ഓക്കെ ആണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൻ പറയാണ് എനിക്ക് സുഖമില്ല എന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവൻ്റെ കോള് കട്ട് ചെയ്യാണ്. അവൻ്റെ ശബ്ദം വല്ലാതിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവൻ ഒരുപാട് പാനിക് ആവുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്ന് തന്നെ അവനെ വിളിച്ച് നോക്കുമ്പോൾ അവൻ ഫോൺ എടുക്കുന്നുണ്ടായിരുന്നില്ല. ആ സമയത്ത് തന്നെ ഇവന് പനി ഒരുപാട് കൂടുതലായതുകൊണ്ട് നല്ല ടയേർഡായിട്ട് കിടന്നുറങ്ങുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഇവൻ്റെ കോള് വന്നത് അവൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഓടി അവൻ്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. ഇവൻ ഓക്കെ ആണെന്ന് കണ്ടപ്പോഴാണ് അവനൊന്ന് റിലാക്സ് ആവുന്നത്. അല്ലെങ്കിൽ അങ്ങനെയാണല്ലോ, നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്ക് എന്തെങ്കിലും അസുഖമാണെന്നറിയേ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല വിഷമമാവും. അയാൾ ഓക്കെ ആവുന്നത് വരെ നമ്മൾ അയാളെ ചുറ്റിപ്പറ്റി തന്നെയൊക്കെ നിൽക്കും. എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഇവിടെയും അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇവൻ പനിയൊക്കെ മാറി ഇവൻ ഓക്കെ ആവുന്നത് വരെയും ഇവൻ അവൻ്റെ ചുറ്റിപ്പറ്റിയൊക്കെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് അവന് വേണ്ട ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുത്ത് രാത്രി മുഴുവനും അവൻ്റെ വേണ്ട എല്ലാ കെയറും കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അന്ന് രാത്രി ഇവർ ഒരുപാട് സംസാരിക്കുകയും ടൈം സ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. മനസ്സിലുള്ള എല്ലാ കാര്യങ്ങളും ഇവർ പരസ്പരം തുറന്ന് സംസാരിക്കുന്നുണ്ട്. ഇതുപോലുള്ള BL ഡ്രാമാസൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഈ ഡ്രാമയെ ഇഷ്ടപ്പെടും. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.